കോഴിക്കോട് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നൊരു പരാതി നേരത്തെ ഉയർന്നിരുന്നു. അതിലെന്താണ് കഴമ്പെന്ന് നോക്കാം. സർജറി വിഭാഗത്തിലെ ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പകരം ഡോക്ടർ എപ്പോൾ എത്തുമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. ജില്ലാ ആശുപത്രികളിൽ സർജറി വിഭാഗത്തിൽ 4 ഡോക്ടേഴ്സ് വേണമെന്നാണ് കണക്ക്. എന്നാൽ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലുള്ളതാകട്ടെ ഒരു കൺസൾട്ടന്റ് സർജൻ, ഒരു ജൂനിയർ സർജൻ എന്നീ 2 തസ്തികകളും. ഇതിൽ ജൂനിയർ സർജന്റെ തസ്തിക ഏറെക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്നു. അതിനിടെ കൺസൾട്ടന്റ് സർജൻ സ്ഥലം മാറിപ്പോയതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത്. സർജറി ഒപിയുള്ള ദിവസം ഒട്ടേറെ രോഗികളാണ് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്താറുള്ളത്. സർജറി വിഭാഗത്തിലെ ഏക ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെ ശസ്ത്രക്രിയകൾ അവതാളത്തിലായി. ശസ്ത്രക്രിയക്കായി നേരത്തെ തീയതി ലഭിച്ചവർ ഉൾപ്പെടെ ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടറില്ലെന്നാണ് ലഭിക്കുന്ന മറുപടി. ഇതോടെ ഇവർ നിരാശയോടെ മടങ്ങുകയാണ്. സ്വാഭാവികമായി ഒരു സ്ഥലം മാറ്റം വരുമ്പോൾ ആ ഡോക്ടർമാരെ റിലീവ് ചെയ്യുമ്പോൾ പകരം ഒരു ഡോക്ടർ ചാർജ് എടുക്കാതെ റിലീവ് ചെയ്യാറില്ല സ്വാഭാവികമായി എല്ലാ സ്ഥലങ്ങളും. പക്ഷെ പകരം ഡോക്ടർമാരെ കാണാതെയാണ് ഇവിടെ സർജനൊക്കെ തന്നെ സ്ഥലമാറ്റ ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ അവർക്ക് റിലീവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ റിലീവ് ചെയ്ത് കൊടുത്തപ്പോൾ വടകര ആസ്പത്രിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രി നേരിടുന്നത്. ആകെയുള്ള ഡോക്ടർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് സ്ഥലം മാറിപ്പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. പകരം ഡോക്ടർ എത്തിയാൽ മാത്രമാണ് സാധാരണയായി സ്ഥലം മാറ്റം അനുവദിക്കാറുള്ളത്. എന്നാൽ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള ഡോക്ടർ സ്ഥലം മാറിപ്പോയതെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ഡോക്ടേഴ്സ് ഇല്ലാത്ത പ്രശ്നം DMOയെ അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. ശസ്ത്രക്രിയക്കായി നിരവധി പേരാണ് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കാറുള്ളത്. ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തത് രോഗികളെ വല്ലാതെ വലയ്ക്കുമെന്നുറപ്പ്. അധികൃതരുടെ ഇടപെടൽ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ നേരത്തെ സയ്യിദ് സിനാൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പറഞ്ഞത് സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് സർജറികൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ റിപ്പോർട്ടിലൂടെ അഭിജിത്ത് മുഴക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി പങ്കുവച്ചത്. ഒരു ഡോക്ടർ ഇല്ല എങ്കിൽ ആ ഡോക്ടർക്ക് പകരം ഒരാൾ വരേണ്ടത് അത് ആർക്കാണ് അറിയാത്തത്. പക്ഷേ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല എന്ന ചോദ്യമാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയരുന്നത്. ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുന്നു. ഡോക്ടേഴ്സ് ഇല്ലാത്ത പ്രശ്നം DMOയെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. ഡോക്ടറെ ഉടൻ എത്തിക്കണമെന്നാണ് ഇവിടെ എത്തുന്ന രോഗികളും ഒപ്പം കൂട്ടിരിപ്പുകാരും പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ ദിവസേന 2-3 ഹൃദ്രോഗബാധികൾ ഇവിടെ പരിശോധനക്കാറ്റ് വരെ പെട്ടെന്ന് ഹൃദ്രോഗം വന്ന ആളുകൾ 2-3 ദിവസങ്ങളോളം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റിനെ നിയമിക്കാൻ വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റിനെ നിയമിച്ചിട്ടില്ല. ഇവിടെ ദിവസം 130ഓളം ഡയാലിസുകൾ നടക്കുന്നു. ഡയാലിസിസ് നടക്കുന്ന ഒരു സ്ഥലത്ത് 130ഓളം ഡയാലിസിസ് നടക്കുന്ന ഒരു നെഫ്രോളജിസ്റ്റ് നിയമിക്കാനുള്ള സൗകര്യം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങളായി ഇവിടെ ആയിരക്കണക്കിന് പ്രസവം എടുത്ത ഒരു നിലക്ക് അവിടെയുള്ള ഒരു ആദ്യ പ്രസവം എടുക്കാനുള്ള ഒരു സംവിധാനം വടകര ജില്ലാ ആശുപത്രിയില്ല. ഇത്തരത്തിൽ വടകര ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ട ഒരു പരിഗണന പോലും കൊടുക്കാതെ ജില്ലാ പഞ്ചായത്ത് ഈ ആശുപത്രിയെ ശ്വാസം മുട്ടിച്ച്, അതായത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി, വടകരയിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ആശുപത്രിയുടെ നാമധേയം വഹിക്കുന്ന ഈ വടകരയിലെ ആശുപത്രിക്ക് സർജൻ ഇല്ലാത്തത് കാരണം ഒരു ഓപ്പറേഷൻ പോലും നടക്കാൻ നൂറുകണക്കിന് രോഗികൾ ഇതിനെ ആശ്രയിച്ച് ഓപ്പറേഷന് കാത്തുകിടക്കുകയാണ്. ഇവിടെ ഇൻപേഷ്യന്റായ 10-22 പേര് ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കാത്തിരിക്കുകയാണ്. ഇവിടെ വടകര ജില്ലാ ആശുപത്രി എന്ന പേരല്ലാതെ ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയാണ് വടകര ജില്ലാ ആശുപത്രി. രോഗികളൊക്കെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞിട്ടും ഇതിന്റെ പാറ്റേൺ പണ്ടത്തെ താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് രോഗികൾ കടന്നു വരുന്ന ഈ വടകര ആശുപത്രിയിൽ ഒരു ഡോക്ടർമാർ പോലും ഇവിടെയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പറയുക നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ്. കൂടാതെ ഇവിടെ വരുന്ന രോഗികളോട് വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ ജീവനക്കാർ പെരുമാറുന്നതെന്ന് പലരും പരാതികൾ പറഞ്ഞിട്ടുള്ളത്.
എന്തായാലും ആശുപത്രി, പ്രത്യേകിച്ചും ജില്ലാ ആശുപത്രി പോലുള്ള വലിയ ഹോസ്പിറ്റലുകൾ ഈ രീതിയിലുള്ള ഒരു അനാസ്ഥ, അല്ലെങ്കിൽ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ, സ്കാനിങ് മെഷീനുകളില്ലാത്ത അവസ്ഥയൊക്കെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മാസ് വിത്ത് മീ ഒരു ഐഡിയയിൽ നിന്ന് വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. മെയിൻ ഡോക്ടേഴ്സ് വന്നൊരു മിന്നായം പോലെ അങ്ങ് പോകും എന്ന് ഒരു പരാതിയായിട്ടാണ് മാസ് വിത്ത് മീ എന്നൊരു ഐഡിയയിൽ നിന്ന് വരുന്ന കമൻറ്റ്. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ അവിടെ സ്കാനിങ്ങിന് മതിയായ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡേറ്റ് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ. പ്രശ്നങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണ് അതിന് പരിഹാരം എന്നത് എന്തുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പ് ആലോചിക്കുന്നില്ല എന്നത് ചോദ്യം.